ഇന്നത്തെ എപ്പിസോഡ് ഞാനുള്ളത് പിന്നെ നിലമ്പൂർ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ? വണ്ടൂരല്ലേ ഈ സ്ഥലം? പ്യൂർ വണ്ടൂർ. അപ്പോൾ ഇത് ചിലപ്പം നിങ്ങളെ ഇവരെ ചിലപ്പോൾ ചില ആൾക്കാർ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, സുരേഷ് ഗോപിൻ്റെ കൂടെ അല്ലേ? പിന്നെ എന്താ കോടീശ്വരൻ. അതിൽ കണ്ടിട്ട് പൈസ അടിച്ചുകൊണ്ട് വന്ന് അല്ലേ? അടിപൊളി. അപ്പോൾ ഏത് വർഷമാണ്? ആണ് ലാസ്റ്റ് നടന്നതിൽ നിങ്ങളാണ് വിന്നർ. ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട് ആണോ? മാഷാ അല്ലാ, അടിപൊളി. അപ്പോൾ ഇത് ആരാന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തുന്നത്. വൈഫിൻ്റെ കൂടെ ഡിഗ്രിക്ക് ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. കണ്ണൂർ പിന്നെ വാദിനൂറിലല്ലേ? വാദിഹുദയിൽ. ഓക്കെ. അപ്പോൾ ഇത് പിന്നെ ഇജാസ്ക അല്ലേ? ഇവിടെ സ്കൂളിൽ അധ്യാപകനാണ്. ഇവിടെ വണ്ടൂർ തന്നെ LP സ്കൂളിൽ. അപ്പോൾ പിന്നെ ഇന്ന് കുക്കിംഗ് ശരിക്കും പിന്നെ ഇവർ ഇവിടെ നമ്മൾ വരുമ്പം തന്നെ ലഞ്ചും എല്ലാം റെഡിയാണ്. സാധാരണ ഉള്ളത് പോലെയല്ല, നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ലഞ്ചും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മളത് കഴിക്കുന്നത് അതിലേക്ക് പോവാം. അതിനുശേഷം കുക്കിംഗ്. കുക്കിങ്ങും ഒരു എന്താ പറയുക, ഇവരോട് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സ്പഞ്ചും പിന്നെ മലപ്പുറത്തിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി അവിൽ മിൽക്ക് അല്ലേ പൊതുവെ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? കഴിക്കാൻ പോവാം. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂം ബിരിയാണി കേട്ടോ. വെജ് ബിരിയാണി അല്ല, മഷ്റൂം ബിരിയാണി. മഷ്റൂമിലുള്ള മസാല ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനെന്തായാലും ബീഫ് ബിരിയാണി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പാർട്ടിലേക്ക് പോവാം. എന്തായാലും എല്ലായിടത്തും പോയാൽ ഇങ്ങനെ തീറ്റ ഭയങ്കര കൂടുതലാണ്. വാ, നിങ്ങളും ഇരിക്കും, എല്ലാവരും ഇരിക്കും, വാ. നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ പിന്നെ കാരമലൈസ് ചെയ്യാണ്. അത് ബേൺ ചെയ്തിട്ട് കാരമലൈസ് ചെയ്യണം. ഒന്നുമില്ല, കുറച്ചധികം കുക്കാവും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള കടായിയാണ് ഇത്. താഴ്ഭാഗം ഫ്ലാറ്റാണ് കേട്ടോ. ലേശം നന്നായി മെൽട്ടായി വന്ന് കഴിഞ്ഞാൽ ലേശം ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഒരു തുള്ളികളായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കാതെ നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പിന് ചോട് ഏകദേശം കേട്ടോ. അത്ര ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അതിൽ ഒരു 10-12 ടീസ്പൂണോളം ഇങ്ങനെ സ്ലോലി ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. അപ്പോൾ ആളൊരു ബേക്കറാണ്. അപ്പോൾ ബേക്കറായപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിലിങ്ങനെ വൈഫാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കേക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് എല്ലാവരും ചെയ്യുന്നതല്ലേ അല്ലേ? നോർമലി കുറേ പേര് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞാൻ മലപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ മലപ്പുറം ആണെങ്കിൽ മലപ്പുറംകാരെ ഏറ്റവും സ്പെഷ്യാലിറ്റി സാധനം എന്ന് പറയുന്നത് അവിൽ മിൽക്കാണ്. അപ്പോൾ അവിൽ മിൽക്ക് കൊണ്ടൊരു കോമ്പിനേഷൻ ഇവരുടെ സ്പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് വനില അല്ലേ? അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് ഞാൻ 1/2 kg ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. അതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 2 എഗ്ഗ്, അതിൽ അര സ്പൂണ് വാനില എസൻസ്, അതുപോലെ തന്നെ 1/2 കപ്പ് പൗഡർഡ് ഷുഗർ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട്, പിന്നെ കുറച്ച് ബീറ്റായി കഴിഞ്ഞിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ ചെറിയ വാം മിൽക്കും കൂടെ ഒഴിച്ച്, പിന്നെ ഇതിങ്ങനെ സാധാ കേക്ക് ചെയ്യണ പോലെ തന്നെ കുറച്ച് ആക്കി. പിന്നെ ഓവനിലല്ല ചെയ്തത്. ശരി, ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എന്നിട്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നോർമലി കേക്ക് ഇതിനിപ്പം സാധാരണ എല്ലാവരും 3 ലെയർ എടുക്കും. ഞാൻ ഇപ്പം 3 ലെയർ എടുക്കുന്നില്ല, 2 ലെയർ എടുക്കുന്നത്. 2 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് നിർബന്ധമില്ല, എന്നാലും ഞാൻ കേക്കിൻ്റെ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, കേക്ക് എപ്പോഴും ഡ്രൈ ഉണ്ടാവും, ആ ഡ്രൈ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത് മധുരം കൺട്രോൾ ചെയ്യേണ്ടവർക്ക് ഇത് കുറക്കാം. പിന്നെ ഓക്കെ, ഇത് ഞാൻ ഷുഗർ സിറപ്പ് കൊടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് 5 പിന്നെ ചെറിയ പഴം, പൂവൻ പഴം എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഉടക്കുക, എന്നുവെച്ചാൽ അവിൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരിക്കലും മിക്സിയിൽ അടിക്കരുത്. അവിൽ മിൽക്ക് എപ്പോഴും ഉടച്ചിട്ട് തന്നെ പഴം ചെയ്യണം, എന്നാലേ അതിൻ്റെ കംപ്ലീറ്റ് ബനാനയുടെ ആ ഒരു ചെറിയൊരു ബൈറ്റ്, ആ ഒരു ഫ്ലഫി ആയിട്ട് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഇതിലേക്ക് സാധാരണ പഞ്ചസാര ചേർക്കുന്നതിന് പകരം ഞാൻ മിൽക്ക് മെയ്ഡ ചേർക്കുന്നത്. ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ പാല്, നല്ല തണുത്ത പാലിനെ യൂസ് ചെയ്യുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തപ്പോൾ ഒരു പഴം കൂടെ നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ 6 പഴം. ആ പാൽ എടുത്തത് ഇത് 2 സ്പൂണാണ്. ഏകദേശം എനിക്കൊന്നൊരു 1/4 കപ്പിനടുത്ത് ഉണ്ടാവും. അത്ര ഒഴിച്ചാൽ മതി. എന്നുവെച്ചാൽ ഓവർ ലൂസ് ഉണ്ടാവണ്ട. അപ്പോൾ മിൽക്ക് മെയ്ഡും കണക്കായി. ഇനി നമുക്ക് ബാക്കി മിക്സിങ്ങിലേക്ക് പോവാം. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കടല ചേർത്ത് കൊടുക്കണം. ഇതാ പീനട്ട് കേട്ടോ, തൊലികൾ തന്നെ കടല. കടല ഉണ്ടെങ്കിൽ കടലയാണ് ഇതിന് ആപ്റ്റ്. നിങ്ങൾ കാഷ്യൂ ആണ് കാഷ്യൂ. പക്ഷേ കടലൻ്റെ ബൈറ്റും കാഷ്യൂവിൻ്റെ ബൈറ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ മിക്സിയിൽ ഇപ്പം അവിലിടുന്നില്ല കേട്ടോ. അവിൽ പിന്നീടാണ് ചേർക്കുന്നത്. ഇതാ ഇത് കൊടുക്കുക ടോപ്പിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. സംഭവം ഇത് കയറി. വേറെ ക്രീം ഇപ്പം ഇടുന്നില്ല, ക്രീം കൊടുക്കുന്നില്ല. നമുക്ക് കടലൻ്റെ ബൈറ്റും പഴത്തിൻ്റെയും എല്ലാം കിട്ടും. ഓക്കെ, ഈ സൈഡ് കുറച്ച് ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളത് വെക്കുമ്പോഴും കേക്ക് വെക്കുമ്പോഴൊക്കെ. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് അവിൽ വെതറ. ഇത് നമ്മുടെ കണ്ണൂർ സൈഡിൽ ഈ അവിൽ കിട്ടാൻ കുറച്ച് ചാൻസ് എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ബബിൾസ്. ഇത് ഈ അവിലിന് എന്താ പ്രത്യേകത? അതെ പൊരി. നമ്മുടെ അവിടെ അതെ അതെ അതെ. അപ്പോൾ മലപ്പുറം കൂടുതലായിട്ട് കാണുന്നത് വെച്ചാൽ പൊരിഞ്ഞ അവിലാണിത്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ പൊരി എന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് സാധനമുണ്ട്. പക്ഷെ അതിന് പൊരി തന്നെയാണ്. അപ്പോൾ ഇത് പൊരി അവിൽ, അതേ സെയിം ഡിഫറെൻറ്റ് ഇതായിട്ടുള്ള. പിന്നെ അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. വെക്കാം. ഇനി സൈഡ് ഒന്ന് ക്രീം ചെയ്യുക, ടോപ്പ് ഒന്ന് ക്രീം ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് നീങ്ങാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്കും അധികം ഷുഗർ സിറപ്പ് കൊടുക്കുന്നില്ല, കുറച്ച് കേട്ടോ. ജസ്റ്റ് ഒന്ന് പേരിന് ആ മോയ്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രം, കേക്കിനുള്ള മോയ്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിനടുത്ത ഇത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കാം. ഇതൊന്നുമില്ല, ജസ്റ്റ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തു അല്ലേ? ആ ഓക്കെ. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ക്രീമൊന്നും കൊടുക്കണ്ട, കുറച്ച് ക്രീം കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പം ചെയ്ത മിക്സില്ലേ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക. ഇത് അങ്ങനെ ഒലിച്ച് പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്താലോ, ഈ പ്ലേറ്റ് ചെയ്താൽ അതിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അത് ഒലിച്ച് പോകുന്ന വിധത്തിൽ തന്നെ ക്രീം തീരെ അധികം കൊടുത്തിട്ടേ ഇല്ല, പേരിനുള്ള ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഫുൾ ഒലിച്ച് പോകുന്ന വിധത്തിൽ തന്നെ ആയിക്കോട്ടെ ഇതിൻ്റെ ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് എടുത്ത് തിന്നാൻ പറ്റില്ല. പ്ലേറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് നമ്മുടെ ട്രസ്ലെച്ചൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ആ രീതി തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവൽ ഒന്ന് ഇട്ട് കൊടുക്കാം മൊത്തം. അവൽ എന്തുകൊണ്ടാണ് മിക്സ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അതിൽ കിടന്നിട്ട് സോഗിയായിട്ട് ആവണ്ടെന്ന് കരുതിയിട്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ബൈറ്റ് കിട്ടൂല. ഇത് സെർവ് ചെയ്യാൻ നേരത്തെ അവലിട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടത് ഇതിലേക്ക് കാരമലൈസ് ചെയ്ത കാരമൽ നേരത്തെ അത് ഇട്ട് കൊടുക്കുക. സിറപ്പ്, ആ സിറപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ നല്ല തിക്കാണ് കേട്ടോ. കുറച്ച് ബേൺഡ് കാരമലൈസ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സിമ്പിൾ സാധനം അവിൽ മിൽക്ക് കേക്ക് റെഡി. ഒരു ഫ്യൂഷൻ. അപ്പോൾ ഓക്കെ, പിന്നെ ഇത് കഴിക്കല്ലേ. ഉമ്മ ചായ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാം. കേക്കിൽ അവിൽ മിൽക്കിൻ്റെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ഫീഡ്ബാക്ക് പറയാം. ഇതുവരെ ചെയ്തിട്ടുമില്ല. ഒരു കോമ്പിനേഷൻ ആലോചിച്ച് അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടാ. മൂപ്പര് കേക്കിന്റെ സെയിലൊക്കെ ഉണ്ട്. ഈ പിന്നെ നമ്മുടെ വണ്ടൂര് എത്ര ഏരിയ ഏതൊക്കെയാ? ഈ ഏരിയയിൽ മൊത്തം വണ്ടൂർ ഈ ഏരിയയിൽ നമ്മുടെ നിലമ്പൂരിന്റെ ഈ വണ്ടൂർ ഏരിയയിലൊക്കെ പിന്നെ കേക്ക് സെയിൽ ചെയ്തിട്ട്. അതുപോലെ തന്നെ മൂപ്പർക്ക് ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റയുടെ പേര് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് വേണ്ട കേക്ക് വേണ്ടവർ ട്രസ്ലെച്ച് സ്പെഷ്യലൈസ്ഡ് ആണ്. അത് വേണ്ടവർ മൂപ്പരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും എല്ലാം ജാർ കേക്ക് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ, പിന്നെ ജാർ കേക്കിന് വേണ്ടവരും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്കിത് കഴിക്കുന്നതിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ ഒന്നുകൂടെ ഈ അവിൽ മിൽക്കിൻ്റെ മിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലേക്കും കൂടെ കുറച്ച് നമ്മുടെ അവിൽ ഒന്ന് മിക്സ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി തിന്നാൻ അത് കുറച്ചുകൂടെ സഹായമാവും, നല്ല ടേസ്റ്റും ആവും. അപ്പോൾ ഓക്കെ, നമ്മൾ കേക്ക് ഇവിടെ തണുത്തിട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഇത് തണുപ്പിക്കാൻ വെച്ചു. തണുത്ത് കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. അനുഷ് കത്തിയായതുകൊണ്ട് അപ്പോൾ കൈമ പിടിച്ചിന്. അപ്പോൾ ഇതാ പിന്നെ ഉപ്പിയുണ്ട് ഇവിടെ. നേരത്തെ ഉപ്പാനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. ഉപ്പിയും ഒരു അധ്യാപകനാണ് ഇവിടുത്തെ സ്കൂളിൽ തന്നെ അല്ലേ? ഉപ്പിയും മരുമോനും കൂടെ ഒരുമിച്ച് തന്നെ? രണ്ട് സ്കൂളാ? വേറെ വേറെ സ്കൂളാണ്. അത് ശരി. ഓക്കെ, രണ്ട് അധ്യാപകരുടെ ഇടയിൽ ഒരു ഗുരുക്കളുടെ ഇടയിൽ ഒരു ശിഷ്യനുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ 2 കുട്ടികൾ അല്ലേ? 2 പേരും നേരത്തെ കാണിച്ചിട്ടില്ലല്ലോ, 2 ആൺകുട്ടികൾ. ഓക്കെ, നമുക്കിത് കഴിക്കാം അല്ലേ? എന്താ നിങ്ങൾക്ക് ശരിക്കും കഴിക്കുന്ന സമയം പറയാം, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എന്താണ്? മലപ്പുറംകാരെ ഒരു സംഭവം കേക്കിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യാം. വാ കുട്ടികൾ, വാ എല്ലാവരും വാ 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 കൈപിടി, വേം വാ. വാ ഇവിടുന്ന് കൈപിടി, ഇവിടേക്ക്. കൈപിടി, വാ. ഇത് കഴിക്കുമ്പോൾ ആ സൈഡിലുള്ള സോസസ് നമ്മൾ ട്രസ്ലെച്ച് കഴിക്കുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആ സോസൊക്കെ എടുത്തിട്ട് വേണം കഴിക്കാൻ. കയ്യിലെടുത്തിട്ട് പിടിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ കേക്കൊന്നും പറയണ്ട, ട്രസ്ലെച്ചൊന്നും പറയണ്ട. അപ്പോൾ ഇത് എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ട്. ആ നടുവത്തെ ലെയറിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ കാണുന്നുണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് നിങ്ങൾ പറയും, ഞാൻ ഫീഡ്ബാക്ക് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഫീഡ്ബാക്ക് പറയാം. ആ സോസോട് കൂടി ആ കംപ്ലീറ്റ് ആ പോർഷനായിട്ട് കഴിക്കണം കേട്ടോ, ആ നട്ട്സും എല്ലാം കൂടി. എങ്ങനെയുണ്ട് ഒരു കേക്കിലേക്ക്? മൈക്ക് നമുക്കതിവിടെ ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. കേക്കുള്ള മലപ്പുറത്ത് അവിൽ മിൽക്ക് സുപരിചിതമാണ്. സ്പെഷ്യൽ അവിൽ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഐസ്ക്രീമാണ്, ഐസ്ക്രീമാണ്. കേക്ക് വരുന്ന സംഭവം ആദ്യമായിട്ടാണ്. നിങ്ങള് ഇത് പറഞ്ഞപ്പോഴേ കേക്കും അവിൽ മിൽക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവം ഗ്ലാസ്സിലേക്ക് കേക്ക് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് അവിൽ മിൽക്കും കാര്യങ്ങളും ഇട്ടിട്ട് അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ കിട്ടുക. ഇതൊരു പ്രത്യേക ഫുൾ കാണാനും ഒരു ഭംഗിയുണ്ട്. അനുഷ് മുകളിൽ ഇങ്ങനെ അവിൽ മിൽക്കിന്റെ നിൽക്കുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോഴേ ആദ്യം ഇത് ഇങ്ങനെ ഒരു റിസൾട്ട്, ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ളത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തിയായി കംപ്ലീറ്റ്ലി. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ വെച്ചാൽ ആദ്യം കേക്ക് ചെയ്യുമ്പോൾ മൂപ്പരുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കും ട്രസ്ലെച്ച് പിന്നെ ചെയ്യണോ എന്താണെന്നുള്ള ഇങ്ങനെ മൂപ്പരിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നാൽ എനിക്ക് എന്നാൽ നിങ്ങൾ സ്പെഞ്ച് ഉണ്ടാക്ക്, ബാക്കിയുള്ള കോമ്പിനേഷൻ നോക്കാമെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു അല്ലേ? മോനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ശരി, ആണോ? ഇപ്പൊ ഇഷ്ടപ്പെട്ടാ? കേക്ക് എനിക്ക് വല്ലാതൊരു അത്ര അല്ല. ഇത് കേക്കിന്റെ ഒരു ഫീൽ അല്ല വരുന്നത് അല്ലേ? ശരിക്കും ഒരു ഭക്ഷണം പോലെ അത്ര ഒരു സംഗതിയല്ല. ഇതിൽ കൂടുതൽ ക്രീം ഇല്ലല്ലോ. ഇഷ്ടമാണ് അവിൽ മിൽക്ക്, നല്ല ഇഷ്ടമാണ്. ഓവർ ക്രീമും ഇല്ല. കേക്കും പാട് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ക്രീം ഇല്ലാതെ സ്പഞ്ച് മാത്രം. ഇഷ്ടം. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അവിൽ ഉണ്ടാക്കും, എല്ലാരും ഉണ്ടാക്കും. ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ പിന്നെ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറക്കണ്ട, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മൂപ്പരുടെ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഈ വണ്ടൂര്, നിലമ്പൂർ ഈ ഏരിയയിലുള്ളവർക്ക് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ത്രൂ ഓർഡർ ചെയ്യുക. അപ്പോൾ നല്ലൊരു ബേക്കറും കൂടിയാണ്, എൻ്റെ പിന്നെ വൈഫിൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നിങ്ങളെ ബിരിയാണിയും എല്ലാം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് പറയാം അല്ലേ? അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ബൈ. അവിടെ